എത്തിയെന്ന് വിചാരിച്ചത് ഒരു മണ്ടത്തരമാണ്. ഇനിയും കുറേ നടക്കാനുണ്ട്. റാഫ് ഡെറിഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പിൽ പോവാണ്. അത് വലിയ ദൂരമൊന്നുമില്ല. ഇവിടുന്ന് 52 മൈൽ 52 മൈൽസിൽ ഇന്ത്യാന ഡോൺസ് നാഷണൽ പാർക്ക് പറഞ്ഞ സ്ഥലത്തിലേക്കാണ് പോകുന്നത്. അവിടെ ട്രക്കിങ്ങും ട്രെയിൽസും അതേപോലെ ഒരു ബീച്ചൊക്കെ ഉണ്ട്. ബീച്ച് പറഞ്ഞാൽ മിഷിഗൺ ലേക്കിൻ്റെ ബീച്ചാണ്. പോയി നോക്കട്ടെ. ഇപ്പോൾ ഇനി 51 മൈൽസ് ബാക്കിയുണ്ട്. 1 hour ഡ്രൈവ്. ഏകദേശം ഒരു 80 കിലോമീറ്റർ അല്ലേ, 80-85 കിലോമീറ്റർ. നമ്മൾ ഇന്ത്യാന സ്റ്റേറ്റ് ഏകദേശം എത്താനായി. ഇവിടെ നല്ല ബ്ലോക്കാണ്. ഇവിടെ സ്ഥിരം എല്ലാ സമയത്തും ഈ ഭാഗത്ത് എപ്പോഴും സ്ലോ ട്രാഫിക് ഉണ്ടാവില്ല, സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ടാവില്ല. നല്ല ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലമാണ്. ഏകദേശം 1 മൈൽ നമുക്ക് റോഡ് മാറാനുണ്ട്. ഏകദേശം 10-30 മൈൽ നമ്മൾ വന്നു. ഇനി ഒരു 10-23 മൈലുണ്ട്. നമ്മൾ ഏകദേശം എത്താനായി. ഇനിയൊരു 2 മൈലും കൂടെ ഉള്ളൂ. റൈറ്റ് എടുക്കാം നമുക്ക്. മാർക്കിംഗ് ഒക്കെ പോയിക്കണം. റെയിൽവേ ലൈൻ ഉണ്ടോ അവിടെ? ഏകദേശം 1 മൈലും കൂടെ ഉള്ളൂ. നമ്മളെ ഇന്ത്യാന ഡോൺസ് നാഷണൽ പാർക്കിലാണ് പോകുന്നത്. ഇവിടെ നാഷണൽ പാർക്കും സ്റ്റേറ്റ് പാർക്കും ഉണ്ട്. എന്താ ഡിഫറൻസ് എന്നറിയില്ല. നമുക്ക് നോക്കിയൊക്കെ പോയിട്ട് ആദ്യം തന്നെ നാഷണൽ പാർക്കിലാണ് പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ നല്ല മരങ്ങളൊക്കെ നല്ല പച്ചപ്പും ഹരിതാഭയും വഴിഞ്ഞൊഴുകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള റോഡുകൾ. ഇവിടെയല്ലേ നാട്ടിലേക്ക് ചെറുതായിട്ട് അല്ലേ? അടുത്തൊരു റെയിൽവേ ക്രോസ് കഴിഞ്ഞ് railway cross the Indiana Jones National Park West Beach. I think we have to take this right. Right? Yes. That's correct. Indiana Jones National Park West Beach. ആമുള്ള സ്ഥലമാണോ അത്? റഡാർ കൺട്രോൾ. ഇവിടെ ഒരു എന്തോ പൈസ കളക്ഷൻ, ഡോളർ കളക്ഷൻ സ്ഥലമുണ്ട്. മിക്കവാറും പാർക്കിംഗ് ചാർജ് ആയിരിക്കും. ക്രെഡിറ്റ് കാർഡ് ഓൺലി അല്ലേ ഇവിടെ? ഓക്കെ. എത്ര എൻട്രൻസ് ഫീ? 25 ഏത് സാധാരണ വണ്ടിക്കല്ലേ? ആനുവൽ പാസും ലൈഫ് ടൈം പാസും. ഓക്കെ. ജീവിതകാലം മൊത്തം വരാനുള്ള പാസാ? അല്ല, ലൈഫ് ടൈം പാസ് ഉള്ളവർക്ക് എന്താ എക്സ്ട്രാ വല്ല പോകാൻ പറ്റുമോ? പാസ് എടുത്തു. $25 ഇതിന് 1 വീക്ക് വാലിഡിറ്റി ഉണ്ട്. ഇവിടെ ആനുവൽ പാസ്, ലൈഫ് ടൈം പാസ്, അങ്ങനെ പല പാസുകളുണ്ട്. പക്ഷെ ഏത് പാസ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ക്യൂലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പാസ് എടുത്തിട്ട് പാസ് കാണിച്ച് പോകണ്ടേ? അത്രേ ഉള്ളൂ. അങ്ങനെ അകത്ത് കയറി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല
മരങ്ങളായിട്ട് നല്ല പച്ച കളറ് നിറഞ്ഞു നിൽക്കുകയാണ്. പാർക്കിംഗ് എവിടെയാണെന്ന് ദൈവത്തിനറിയാം അല്ലേ. നമ്മളെ മോർട്ടൻ ആർബറിറ്റത്തിൽ പോയ പോലെ അല്ലാണോ മീൻസ് ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ സ്പീഡ് ലിമിറ്റ് ഇവിടെ എത്ര 25. അതിന് പോയി നോക്കുകയാണ്. അവിടെ നല്ലൊരു പാർക്കിംഗ് കാണുന്നുണ്ട്. വണ്ടികളൊക്കെ നിറയെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നോക്കണം എന്താ സംഭവം. അവിടെ എന്തോ മല പോലെ കാണുന്നുണ്ട്. ഇതായിരിക്കില്ല പാർക്കിങ്. ഇന്ത്യൻ ഡോൺസിൻ്റെ ബെസ്റ്റ് ബീച്ച് സൈഡിലെത്തിയത് 9 PM വരെയാണ് ഇത് ഓപ്പണിങ്. അവിടെ റെസ്റ്റോറൻറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ട്രെയിൽ കയറി പോകണം. ഓഫ് ദി ഡോൺസ് ഞങ്ങൾ ട്രെയിൽ തുടങ്ങി. ഇവിടെ ഫുള്ള് കണ്ടോ സാൻഡാണ്. ഫണി ബീ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പോയി ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകണമെന്നാണ് തോന്നുന്നത്. പോയോക്കട്ടെ. ഇവിടെ രണ്ട് പേരാണ് നടന്ന് വരുന്നുണ്ട്. നടന്ന് ഞങ്ങൾ ഈ ഒരുപാടൊന്നും നടക്കാനില്ല. ഇവിടെ ഇതുവരെ സ്ഥിതിക്ക് ഈ പറഞ്ഞ ദൂരം നടന്ന് ഈ സ്റ്റെപ്പ് കാരണം ഈ സ്റ്റെപ്പ് കയറിയത്ത ദൂരം നടക്കാണ്ട് നമുക്കറിയില്ല. പോയോട്ടെ. ഞാൻ ഈ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ആ ദൂരെ കാണുന്ന ഷിക്കാഗോ ആണ്, സംശയമുണ്ട്, അറിയില്ല. അവിടെ ബീച്ച് അതുപോലെ കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൽ. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇനി കയറി പോകണം. ഇവിടെ നടന്ന് വന്ന് ഈ ഫോറസ്റ്റിലെത്തി ഈ താഴെ ഇറങ്ങി പോകണം. ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോവാണ്. ഈ ഫോറസ്റ്റിൻ്റെ നടുവിൽ കൂടെ വേണം ബീച്ചിലേക്ക് പോകാൻ. ഒരുപാട് നടക്കണമെന്നില്ല കേട്ടോ, വളരെ ഷോർട്ടാണ്. കണ്ടാവെങ്കിൽ സ്റ്റെപ്പ് പോലെയൊക്കെ തോന്നും, എന്നാലും അതെ മരത്തിൻ്റെ സ്റ്റെപ്സാണ് ഇതൊക്കെ. പോയോട്ടെ. ഇനി ഫോറസ്റ്റ് മാറി ഇതാ രണ്ടാമതും വെയിലായി. ബീച്ച് ഏകദേശം എത്തിയെന്ന് തോന്നുന്നു. മിഷിഗൺ ലേക്കിൻ്റെ ബീച്ചാണിത്. ഇവിടെയൊക്കെ കടലിൻ്റെ ബീച്ച് കാണണമെങ്കിൽ ഫ്ലോറിഡ ഭാഗത്തേക്ക് പോകണം. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ബീച്ച്. ഇതിപ്പോൾ ഇവിടെയൊക്കെ മിഷിഗൻ്റെ ബീച്ചാണ്. അതേ ഗേസ് ഞങ്ങൾ കണ്ടു. മിഷിഗൺ ലേക്ക് കാണുന്നുണ്ട്. കടൽ പോലെയുള്ള ലേക്ക്, മിഷിഗൺ ലേക്ക്. ഇനിയും ഇഷ്ടംപോലെ ഇറങ്ങാനുണ്ട്. എത്തിയെന്ന് വിചാരിച്ചത് ഒരു മണ്ടത്തരമാണ്. ഇനിയും കുറേ നടക്കാനുണ്ട്. അടിപൊളി. ഞങ്ങളെ നടത്തം കണ്ടിന്യൂ ചെയ്യാണ്. കാട്ടിലൂടെ ഈ മരത്തിൻ്റെ പാതയിലൂടെ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. അവൾ വിചാരിച്ച് ബീച്ച് കഴിഞ്ഞു, അല്ല എത്തിപ്പോയി. പിന്നീട് അതേപോലെ നടക്കാണ്ട്. എന്നാലും ഭയങ്കര ഹെറ്റിക്കൊന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നടന്ന ശീലമുള്ളവർക്ക് ഇത് അത്രയ്ക്ക് ഹെറ്റിക്കൊന്നുമല്ല. എത്തിയെന്ന് തോന്നും, പക്ഷേ എത്തുമ്പോഴേക്കും പിന്നെ ഉണ്ടാവും. സംഭവം നല്ല അടിപൊളിയാണ്, നല്ല ഫീൽ. ലെറ്റ്സ് മൂവ്. ആ മരത്തിൻ്റെ സ്റ്റെപ്പുള്ള പാത കഴിഞ്ഞു. അപ്പം തിരിച്ച് നമ്മൾ മണലിലെത്തിയിരുന്നു. ഞങ്ങളുടെ വാക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബീച്ച് ലക്ഷ്യമാക്കി നമ്മൾ ബീച്ചിനടുത്തെത്തി.
ഞങ്ങൾ ബീച്ചിലെത്തി. അടിപൊളി. അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നാൽ ഞങ്ങളിപ്പോൾ വൈകുന്നേരം 4 മണിയായി. നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ബീച്ച്. അടിപൊളി ആംബിയൻസാണ്. പ്രത്യേകിച്ച് നമുക്ക് ബീച്ച് ഷിക്കാഗോയിൽ ബീച്ചില്ലല്ലോ. കാല് മൂടി. അങ്ങനെ ഞങ്ങൾ ഇന്ത്യാന ജോൺസിൽ നാഷണൽ പാർക്ക് വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. സമയം 4:30. ഞങ്ങൾ 1 o'clock വന്നാണ്. നല്ല അടിപൊളി ഫാമിലിയായിട്ട് വന്ന് ഒരു കുറച്ച് നേരം കുറച്ച് മണിക്കൂറൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു നല്ല അടിപൊളി സ്ഥലമാണ് ഇന്ത്യാന ജോൺസ് നാഷണൽ പാർക്ക്. സ്റ്റേറ്റ് പാർക്ക് നമ്മൾ പോയിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും പോകണം. ഏകദേശം ഫിലിം സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്കിൻ്റെ വേറൊരു മനോഹരമായ കാഴ്ചയിൽ വീണ്ടും കാണാം.